മണ്ഡലകാലം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിലെ സർക്കാർ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ജനം TV ലൈവത്തോൺ. ശബരിമല തീർത്ഥാടനത്തിന് 9 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഗുരുതര വീഴ്ച. പമ്പയിലും നിലയ്ക്കലിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തയ്യാറാക്കിയിട്ടില്ല. പമ്പാ നദിയും തീരങ്ങളും മാലിന്യ കൂമ്പാരം. ആശുപത്രി സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല. ലൈവത്തോണിൽ പ്രതികരിച്ച് സാമൂഹ്യ രാഷ്ട്രീയ പ്രമുഖർ കടുത്താശങ്കയാണ് പങ്കുവച്ചത്. BJPയുടെ സംസ്ഥാന വ്യാപക ഉപ്പ് ശേഖരണത്തിന്റെ പ്രഖ്യാപനവും ജനം TV ലൈവത്തോണിൽ നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശും പ്രജിത് മോഹനനും ചേരുന്നു. ആദ്യം ഗോകുലിലേക്ക്. ഗോകുൽ, മണ്ഡലകാലം തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമുക്കറിയാം, പമ്പയിൽ തുടങ്ങുന്നു ഗുരുതര വീഴ്ച. പമ്പയിലും നിലയ്ക്കലിലുമെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുപോലും തയ്യാറാക്കിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവലോകന യോഗങ്ങൾ ചേർന്ന് കൃത്യമായ ഇടവേളകളിൽ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതിനു പകരം ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി കേവലം 9 ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സജ്ജീകരണങ്ങളൊന്നും എങ്ങും എത്തിയിട്ടില്ല എന്ന് തന്നെയാണോ അവിടെ നിന്നും പറയാൻ കഴിയുന്നത്? രോഹിണി, തീർച്ചയായിട്ടും എന്തായാലും ഇത്തവണ മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിക്കുന്നത് അപര്യാപ്തതകളുടെയും അതോടൊപ്പം തന്നെ അസൗകര്യങ്ങളുടെയും നടുവിലായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തീർത്ഥാടകർ അസൗകര്യങ്ങളിൽ വലയുമെന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. നമ്മളിപ്പോൾ പമ്പയിലാണ് നിൽക്കുന്നത്. രാവിലെ മുതൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന കാഴ്ച അനുഭവങ്ങളുമൊക്കെ എന്തായാലും തീർത്ഥാടകർ അനുഭവിക്കാൻ പോകുന്ന ആ വലിയ ബുദ്ധിമുട്ടുകളുടെ അനുഭവം നമുക്ക് നൽകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ്. പമ്പാ നദിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതുവരെ പമ്പാ നദി ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ പമ്പ മണൽപ്പുറം തീർത്ഥാടനത്തിന് വേണ്ടി തയ്യാറാക്കുന്നതിനായിട്ടോ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. പമ്പാ നദിയിൽ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് കാണാം. എന്നോ തീർത്ഥാടകരൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള വസ്ത്രങ്ങൾ ഇപ്പോഴും ആ പമ്പാ നദിയിൽ കുമിഞ്ഞുകൂടി അടിഞ്ഞു കിടക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതൊന്നും എടുത്തു മാറ്റാൻ പോലും അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒപ്പം തീർത്ഥാടകരടക്കം സ്നാനം ചെയ്യുന്ന ഘട്ടമാണ് ഈ പ്രദേശമെന്ന് പറയുന്നത്. ഈ പമ്പാ നദിയുടെ ഈ ഭാഗത്ത് അവിടെയാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തീർത്ഥാടകർ വളരെ പുണ്യവും പവിത്രമായി കണക്കാക്കുന്ന പമ്പാ നദി ഇത്തരത്തിൽ മാലിന്യം നിറയുന്നു. അതോടൊപ്പം തന്നെ മദ്യക്കുപ്പികൾ കൊണ്ടും അതോടൊപ്പം തന്നെ പുകയിലയുടെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ പ്ലാസ്റ്റിക് പാക്കറ്റുകളൊക്കെ തന്നെ ഈ പമ്പാ നദിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മദ്യക്കുപ്പി ആ സ്നാനഘട്ടത്തിൽ ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം അപ്പുറത്തൊക്കെ മാറി ഇത്തരത്തിൽ പുകയില വസ്തുക്കളുടേത് അടക്കമുള്ള പാക്കറ്റുകളൊക്കെ പമ്പാ നദിയിൽ കിടക്കുന്നു. ഒപ്പം അത്രമാത്രം മലീമസമായിട്ട് പമ്പാ നദി കിടക്കുന്നു. ഇനി തീർത്ഥാടനം തുടങ്ങാൻ ഒരാഴ്ചയിൽ മാത്രം അവശേഷിക്കുകയാണ് ഇത്തരത്തിൽ പമ്പ മലിനമായി തുടരുന്നത്. അതിനെ ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും തന്നെ ഒരു നടപടിയും ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. ഈ നദിയുടെ തീരത്തൊക്കെ തന്നെ മാലിന്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് പാക്കറ്റുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഒക്കെ അങ്ങനെ തന്നെ തീർത്ഥാടകർ സഞ്ചരിക്കുന്ന പാതയാണിത്. അവിടെ പമ്പ മണപ്പുറവും ഇതുമായി സമാന അവസ്ഥയിൽ തന്നെയാണ്. ഒരു രീതിയിലുള്ള തയ്യാറെടുപ്പും പമ്പ മണപ്പുറത്തും ഇതുവരെയായിട്ടും സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ ഒന്നും തന്നെ നടപ്പാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. കൊട്ടിഘോഷിച്ച് 7 കോടിയോളം രൂപ മുടക്കി വലിയ ശീതീകരിച്ച പന്തലുകളിൽ ആഗോള അയ്യപ്പ സംഗമം നടന്ന അതേ മണപ്പുറം തന്നെയാണ് ഇന്ന് അനാഥമായിട്ട് ഒരു വികസനവുമില്ല അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് വേണ്ടി ഒരു സൗകര്യമില്ലാതെ കിടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പമ്പാ നദിയുടെ കൽപ്പടവുകളാണ്. തീർത്ഥാടകർ ഇവിടെ ഇറങ്ങി പമ്പയിൽ സ്നാനം ചെയ്തതിന് ശേഷമാണ് സന്നിധാനത്തേക്ക് മല ചവിട്ടുന്നത്. ആ സ്നാനഘട്ടത്തിലെ കൽപ്പടവുകളാണ് ഈ കാണുന്നത്. നോക്ക്, ടൈലുകളൊക്കെ ഇളകി കല്ലുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥ. ഒപ്പം കാട് കയറി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വ്യക്തമാണ്. കൽപ്പടവുകളൊക്കെ ഇളകി പൊളിഞ്ഞാണ് കിടക്കുന്നത്. ഇവിടെ വേണം ഭക്തർ സ്നാനത്തിനായി എത്തിച്ചേരേണ്ടത്. അങ്ങേറ്റം വൃത്തിഹീനമായ സാഹചര്യവും. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. പ്രജിത്ത്, ദേവസ്വം ബോർഡ് ഇപ്പോഴും ആ അനാസ്ഥ ഇങ്ങനെ തുടരുകയാണ്. വെറും കച്ചവട താല്പര്യം മാത്രമാണ്. ഭക്തലക്ഷങ്ങളെത്താൻ ഇനി കേവലം 9 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മണ്ഡലകാലത്തിനായിട്ടുള്ള ഒരു ഒരുക്കങ്ങളിലേക്കും കടന്നിട്ടില്ല എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? സാധാരണഗതിയിൽ കൂടേണ്ടുന്ന അവലോകന യോഗങ്ങളെങ്കിലും ചേർന്ന് എന്തെങ്കിലും തീരുമാനമെടുത്തതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? രോഹിണി, നമ്മുടെ റിപ്പോർട്ടർമാർ ശബരിമലയിലെയും പമ്പയിലും ഈ പറയുന്ന മറ്റ് പ്രധാന ഇടത്താവളങ്ങളിലടക്കം പ്രധാന കേന്ദ്രങ്ങളിലടക്കം നടക്കുന്ന ലൈവത്തോണിൽ തന്നെ ആ റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്രങ്ങളിലെയും ഇടത്താവളങ്ങളിലെയും നിലവിലത്തെ അവസ്ഥ എന്നുള്ളത്. ഒരിടത്തും ഒരു പ്രവർത്തനവും സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നോ ഉണ്ടായിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ എവിടെയും ഒരുക്കിയിട്ടില്ല. വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളില്ല.
ഈ വരുന്ന 9 ദിവസം കൂടി മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇവർക്ക് വിരിവെക്കുവാനുള്ള സൗകര്യം പോലും പലയിടങ്ങളിലും ഒരുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. അത് ശബരിമല തീർത്ഥാടനത്തോട് സർക്കാർ കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും വലിയ തെളിവുമാണ് ഇതെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട സംശയം എന്നത് ശബരിമലയിൽ ഈ പറയുന്ന അയ്യപ്പ സംഗമം നടത്തി ഭക്തരെ അടുപ്പിച്ചു നിർത്താൻ, ഒരു വിശ്വാസികളെ അടുപ്പിച്ചു നിർത്താൻ ഒരു സർക്കാർ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ വിശ്വാസികൾ ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിച്ച് തോൽപ്പിച്ചു എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള പകവീട്ടിലാണോ ശബരിമല തീർത്ഥാടനത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള അവഗണന കൊണ്ടുവരുന്നതെന്നുള്ള സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ കാണിക്കുന്ന അവഗണന, സ്വർണ്ണക്കവർച്ചയ്ക്ക് സർക്കാരുമായി അടുത്തു നിൽക്കുന്നവർ നേതൃത്വം നൽകുന്നത്, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി വലിയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകളും ബി.ജെ.പിയും ഒക്കെ. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നമ്മോട് ഒരു ജനം ടിവിയുടെ ലൈവത്തോടുള്ള ഒരു വലിയ പ്രഖ്യാപനവും ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. അതായത് ഈ ശബരിമലയിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ കേന്ദ്ര ഇടപെടൽ, ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി.ജെ.പി ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി ഓരോ ഭക്തരുടെ വീടുകളിലും എത്തി അവരെ ശബരിമലയുടെ സാഹചര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ജനങ്ങളുടെ ഒരു ഒപ്പ് ശേഖരണം, ജനങ്ങൾ പ്രധാനമന്ത്രിയോടും കേന്ദ്രത്തോടും ഈ വിഷയം ആവശ്യപ്പെടുന്നു എന്ന നിലയിൽ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിന് തയ്യാറെടുക്കുകയാണ് ബി.ജെ.പി. അത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപനം നടത്തിയത് ജനം ടിവിയുടെ ലൈവത്തോണിലൂടെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സിഗ്നേച്ചർ ക്യാമ്പയിൻ വഴി പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഇടപെടൽ ബി.ജെ.പി ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാണ്, കേരളത്തിൽ വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉണ്ടാകുന്നത്. ശരി പ്രജിത്ത്, വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശും പ്രജിത്ത് മോഹനനും.